ഹലോ, 2 ദിവസം കൂടി കഴിഞ്ഞ എൻ്റെ കസിൻ്റെ കല്യാണം കേട്ടോ. അപ്പോൾ ഇന്നാണ് നമ്മൾ കല്യാണത്തിന് വേണ്ടിയുള്ള ഷോപ്പിംഗ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത്. കല്യാണ ഷോപ്പിംഗ് നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത് തന്നെ റിസപ്ഷന് വേണ്ടിയുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ടാട്ടോ. ഇന്നപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നത് എനിക്കല്ല, കുഞ്ഞിക്കും കുഞ്ഞുവിനുള്ള റിസപ്ഷനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയായിട്ട് നമ്മൾ പോകുന്നത്. വൈകിട്ട് ഒരു 6 മണി ആവാറായപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ. കാരണം ജോലിയും ക്ലാസ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഫ്രീ ആയത് ഈ സമയത്തായിരുന്നു. ഞാനും അമ്മയും ആര്യാൻ്റെയും കുഞ്ഞും കൂടി ആയിട്ട് ഷോപ്പിംഗ് കൊണ്ട് ഇറങ്ങിക്കുന്നത്. അപ്പോൾ നമ്മൾ വൈകിട്ട് വരെ വണ്ടിക്ക് വന്നിട്ട് അവിടെ നിന്ന് പിന്നെ മെട്രോ കയറിയായിട്ട് MG റോഡിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ശീമാട്ടിട്ടാട്ടോ. അവിടെ എത്തിയപ്പോഴേക്കും ഇവിടെ ഒരാൾ ഫുൾ ഓൺ ആയിരുന്നു കടയെല്ലാം കണ്ടപ്പോൾ ഡ്രസ്സ് എടുക്കാനായിട്ട്. ഇവിടെ 4th ഫ്ലോറിലായിരുന്നു കേട്ടോ കിഡ്സിന്റെ സെക്ഷൻ. ഫസ്റ്റ് ആയിരുന്നു നമ്മളിത് കുഞ്ഞിനുള്ള ഡ്രസ്സായിട്ട് നോക്കി തുടങ്ങിയത്. അപ്പോൾ അവന് നമ്മൾ കോട്ടും സൂട്ടി ഇടിപ്പിക്കാം എന്നാണ് പ്ലാൻ ചെയ്ത റിസപ്ഷന് വേണ്ടി. റിസപ്ഷനായിട്ട് നമ്മൾ കസിൻസ് എല്ലാവരും ബ്ലാക്ക് കളർ ഡ്രസ്സ് ഇടാൻ കേട്ടോ പ്ലാൻ ചെയ്തേക്കണം. അപ്പോൾ ഇവന് നമ്മൾ കോട്ടും സൂട്ട് നോക്കിയതും ബ്ലാക്ക് കളർ തന്നെയായിരുന്നു കേട്ടോ. ബ്ലാക്ക് കളറിലെ കുറെ ഡ്രസ്സ് നമ്മൾ ട്രയലൊക്കെ ചെയ്ത് നോക്കി കേട്ടോ. നമുക്ക് എല്ലാവർക്കും ആണെങ്കിൽ ഇവന് ഈ കോസ്റ്റ്യൂമിൽ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇവന് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു ആ ഡ്രസ്സ്. അവനും ഈ സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു അവന്റെ മുഖത്ത്. 2-3 ബ്ലാക്ക് സൂട്ടും കൂടി നമ്മൾ അവിടെ നിന്ന് ട്രയൽ ചെയ്ത് നോക്കിട്ടോ. എന്നിട്ട് അവസാനം അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് പിന്നെ ദൈവനെ രാവിലത്തേക്കുള്ള കോസ്റ്റ്യൂം നോക്കുമായിരുന്നു കേട്ടോ. രാവിലത്തേക്കുള്ള ഡ്രസ്സ് നോക്കുന്ന സമയത്ത് ചെക്കന് അത്ര താല്പര്യം ഇല്ലായിരുന്നു കേട്ടോ. കാരണം നമ്മൾ സ്യൂട്ടൊക്കെ 2-3 ട്രയൽ ചെയ്ത് നോക്കിയിട്ട് അവൻ ചെറുതായിട്ടൊന്ന് ടയേർഡ് ആയിരുന്നു. അതുകൊണ്ട് അവന് മടിയായിരുന്നു എടുക്കുക. ഇത് വേണ്ടെന്നൊക്കെ പറയണായിരുന്നു. അവസാനം നമ്മൾ അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടോ. ജുബയും പാൻറ്റും ആണ് രാവിലത്തേക്ക് അവനെ സെലക്ട് ചെയ്തത് നമ്മൾ. അപ്പോൾ കുഞ്ഞിന്റെ ഷോപ്പിംഗ് ഇവിടെ ഫുൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ളത് കുഞ്ഞിൻ്റെയാണ്. അപ്പോൾ അവൾക്ക് റിസപ്ഷൻ നമ്മൾ ബോഡിക്കോൺ ഡ്രസ്സ് നോക്കാനായിട്ട് പ്ലാൻ ചെയ്തത്. ഇവിടെയാണെങ്കിൽ ബ്ലാക്ക് കളറിലെ കുറേ ടൈപ്പ് ഉണ്ട് ബോഡിക്കോൺ ഡ്രസ്സൊക്കെ. അപ്പോൾ നമ്മൾ എല്ലാം ട്രയൽ ചെയ്ത് നോക്കിയിട്ട് അവസാനം അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തത്. ഇവളും ആദ്യമായിട്ടായിട്ട് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ട്രൈ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇവളുടെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പ്ലാൻ ചെയ്തതിനൊക്കെ അടിപൊളി ഡ്രസ്സൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ബില്ലടിച്ച് നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോരുക. പിന്നെ ഷോപ്പിംഗ് ഇവിടെ കൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല കേട്ടോ. പിന്നെ നാളെ അടുത്ത കല്യാണ ഷോപ്പിങ്ങിനെ വീട്ടിൽ വിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.